ഫിഫ്ത്ത് ചാപ്റ്ററിലെ നെക്സ്റ്റ് സെക്ഷൻ ഡിഫറൻഷ്യബിലിറ്റി. അപ്പോൾ ഡിഫറൻഷ്യബിലിറ്റിയുടെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ +1 ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പോൾ അത് ഉൾപ്പെടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാര്യം വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇവിടെ ഉള്ളത്, സെക്കൻഡ് ഇയറിലുള്ളത്, ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷ്യബിലിറ്റി ഉൾപ്പെടെ. അപ്പോൾ അതൊക്കെ ക്ലിയർ ആകുന്നതിന് വേണ്ടി വളരെ ബേസിക് തൊട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഡിഫറൻഷ്യബിലിറ്റി എന്താണ്, ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകുന്നത് എപ്പോൾ, ഒരു പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ എന്നൊക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് ഈ ഒരു സെക്ഷനിലൂടെ നോക്കാം. ഡിഫറൻഷ്യബിലിറ്റിയുടെ ജോമെട്രിക്കൽ കൺസെപ്റ്റ് എന്താണ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ പരിചയപ്പെടാം. ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ ഡിഫറൻഷ്യബിൾ എത്രയാണ്, അതല്ലെങ്കിൽ ഡെറിവേറ്റീവ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഭൂരിഭാഗം പേർക്കും പറയാൻ കഴിയും. പക്ഷെ അതുപോലെ അതിന്റെ കൺസെപ്റ്റ് അതിന്റെ ക്ലിയർ ആയിട്ട് അതെന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അതിനെ ഫേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഒന്ന് ആദ്യം നോക്കാം. ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: ലെറ്റ് എഫ് ബി എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആൻഡ് ദർ എക്സിസ്റ്റ് എ പോയിന്റ് എ in the domain, then the derivative of f at a is f dash a is equal to limit x tends to a fx minus fa by x minus a provided that this limit exists. നമ്മൾ പഠിച്ച കാര്യങ്ങളാണിത്. ഒന്നുകൂടെ നോക്കാം. എഫ് ബി എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, എഫ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. എന്താ റിയൽ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാല്യൂ റിയൽ ആയിട്ടുള്ള റിയൽ നമ്പേഴ്സ് ആണ് വാല്യൂ കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് എഫ്. ആൻഡ് ഒരു പോയിന്റ് അത് എക്സിസ്റ്റ് ചെയ്യുന്നു ഇൻ ദ ഡൊമൈൻ. ഒരു എ ഡൊമൈനിലെ ഒരു പോയിന്റ്, നമ്മൾ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്താൽ ആ ഒരു പോയിന്റിൽ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ആകണമെങ്കിൽ, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ആണ് എങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് എ എന്നാണ് ഡെറിവേറ്റീവ് എഴുതുന്നത്. എഫ് ഡാഷ് എയുടെ മീനിങ് എന്താണ്? ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അറ്റ് ദ പോയിന്റ് സ്മോൾ എ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് എക്സ് മൈനസ് എഫ് എ ബൈ എക്സ് മൈനസ് എ. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളതിന്റെ പ്രൂഫ് ഒക്കെ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. നമുക്ക് അതിന്റെ പ്രൂഫിലോട്ടൊന്നും കടക്കുന്നില്ല. ഇത് ഡെഫിനേഷൻ ആണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ആ ഡിഫറൻഷ്യബിലിറ്റിയുടെ കൺസെപ്റ്റ് നോക്കുകയാണ്, ആ ജോമെട്രിക്കൽ മീനിങ്ങും ഒക്കെ ഒന്ന് നോക്കുകയാണ്. ഈ ഒരു ലിമിറ്റ് ആണ് ഈ എഫ് ഡാഷ് എ, ലിമിറ്റ് ആണ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്: പ്രൊവൈഡഡ് ദാറ്റ് ദിസ് ലിമിറ്റ് എക്സിസ്റ്റ്. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ മാത്രമേ ഡെറിവേറ്റീവ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു. ലിമിറ്റ് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയുന്നുണ്ടോ? ഫസ്റ്റ് ഇയറിലെ ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി എന്ന പാഠത്തിലെ ലിമിറ്റിനെ പറ്റി പഠിച്ചപ്പോൾ പറഞ്ഞു, ഒരു പോയിന്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുകയും ഈക്വൽ ആയിരിക്കുകയും ചെയ്യണം, അല്ലെ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം, എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യണം, ഈക്വൽ ആയിരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. ആ ലിമിറ്റ് ആണ് എഫ് ഡാഷ് എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഒക്കെ ഒന്ന് എഴുതി നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എങ്ങനെ വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ്, അല്ലെ, ആ ഒരു ഫംഗ്ഷൻ. അതേപോലെ തന്നെ എഫ് എക്സ് മൈനസ് എഫ് എ ബൈ എക്സ് മൈനസ് എ. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എങ്ങനെ എഴുതേണ്ടത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ബൈ എക്സ് മൈനസ് എ. നമ്മൾ കണ്ടിന്യൂറ്റി നോക്കിയിരുന്നു, അല്ലെ? ഒരു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എ പ്ലസ് എ മൈനസ് എന്നൊക്കെ പറഞ്ഞ് എന്താ നോക്കിയത്? ഒരു പോയിന്റ് എ ആണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ചെറിയ ഒരു നെയ്ബർഹുഡ്, ഒരു എച്ച് എന്ന് പറയുന്ന ഒരു ചെറിയ ലെങ്ത് എടുക്കുകയാണെങ്കിൽ എ മൈനസ് ഇങ്ങോട്ടേക്കും, അതുപോലെ വളരെ ചെറിയ അതേ ഒരു എച്ച് ക്വാണ്ടിറ്റി റൈറ്റ് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ അവിടെ എ പ്ലസ് എച്ച് എന്നും പറയാം. അപ്പോൾ ഈ ആ എ മൈനസ് എച്ചിലേക്ക് എക്സ് ടെൻഡ് ചെയ്യുന്നതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ്. എച്ച് ടെൻസ് ടു 0. എച്ച് വെരി 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 സ്മോൾ ആണ്. എച്ച് ടെൻസ് ടു 0 ആണെങ്കിൽ എ മൈനസ് എച്ചിലേക്ക് ടെൻഡ് ചെയ്യുന്ന ഈ ഒരു ഫംഗ്ഷന്റെ വാല്യൂ ആണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെയൊക്കെ ഒന്ന് മാറ്റി എഴുതാം, എച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് എച്ച് എന്തിലേക്ക് ടെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു? എച്ച് 0യിലേക്ക് ടെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്തായി മാറും? എച്ച് ടെൻസ് ടു 0. ലെഫ്റ്റ് സൈഡാണ് എഴുതാൻ പോകുന്നത്. അപ്പൊ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എ മൈനസ് എച്ചിലേക്ക് ടെൻഡ് ചെയ്യും, എഫ് ഓഫ് എ മൈനസ് എച്ച്. നമുക്കത് കുറച്ചുകൂടി ക്ലിയർ ആകാനുണ്ട്, ആ പടം കാണിച്ചാലേ അത് ക്ലിയർ ആവുള്ളൂ. എഫ് ഓഫ് എ മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ
എ എക്സ് എന്തിലേക്ക് ടെൻഡ് ചെയ്യുന്നു പറഞ്ഞു? എ മൈനസ് എച്ചിലേക്ക്. അപ്പൊ എക്സിന് പകരം നമ്മൾ എ മൈനസ് എച്ച് കൊടുക്കുകയാണ്. എ മൈനസ് എച്ച് മൈനസ് എ ഇസ് ഈക്വൽ ടു, അടുത്തതും റൈറ്റ് സൈഡിലെ കാര്യവും എച്ച് വെച്ച് തന്നെ പറയാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, എച്ച് ടെൻസ് ടു 0. എക്സ് എന്തിലേക്ക് പോകുന്നു? എ പ്ലസ് എച്ചിലേക്ക് പോകുന്നു. എക്സ് എ പ്ലസ് എച്ചിലേക്ക് പോകുന്നു. എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എക്സ് എ പ്ലസ് എച്ചിലേക്കാണ് പോകുന്നത്, എച്ച് മൈനസ് എ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ താഴത്തെ പാർട്ട് നമുക്ക് എ ഒക്കെ ക്യാൻസൽ ചെയ്തൊന്ന് എഴുതി നോക്കാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, എഫ് ഓഫ് എ മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ മൈനസ് എച്ച് is equal to limit h tends to 0, f of a plus h minus f of a by plus h. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുവെങ്കിൽ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു. ആ ലിമിറ്റ് ആണ് ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ അറ്റ് ദ പോയിന്റ് എ. അപ്പൊ ഈ ഒരു ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സെക്ഷൻ. അതുകൊണ്ട് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് പല രീതിയിലാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. മാത്തമാറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിക്സഡ് ക്വസ്റ്റ്യൻ പാറ്റേണിലൂടെ അല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് ഒരു 3-4 തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത ക്ലാസ് കണ്ടെങ്കിൽ മാത്രമേ അതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് അങ്ങോട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ പറയാണ് ഈ ഒരു ഫംഗ്ഷൻ, ഈ വരച്ചിരിക്കുന്ന ഒരു ഗ്രാഫ് ഏതോ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫാണ്. y ഇസ് ഈക്വൽ ടു എഫ് എക്സ് എന്ന ഒരു ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്. ഇതിന്റെ ഡൊമൈനിൽ ഒരു പോയിന്റ് എടുക്കുന്നു. ഡൊമൈൻ ഒരു ഫംഗ്ഷൻ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡൊമൈൻ എവിടെ വരും? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ആണല്ലേ. അതിന്റെ താഴെ കിടക്കുന്ന എക്സ് ആക്സിസിലെ വാല്യൂ, ഇപ്പൊ ഇവിടെ തൊട്ട് ഇവിടം വരെ ഈ ഒരു ഗ്രാഫ് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ എക്സ് ആക്സിസ് മൊത്തത്തിൽ വരും. അപ്പൊ എന്തായാലും എക്സ് ആക്സിസിനകത്തെ ഒരു വാല്യൂ നമ്മൾ എടുക്കുന്നു. എ എന്ന് പറയുന്ന പോയിന്റ്, എ എന്ന് പറയുന്ന പോയിന്റ് ഡൊമൈനിൽ സെലക്ട് ചെയ്യുന്നു. അതിന്റെ ലെഫ്റ്റ് സൈഡ് എ മൈനസ് എച്ച്, റൈറ്റ് സൈഡിൽ എ പ്ലസ് എച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിനൊക്കെ കറസ്പോണ്ടിങ് ഫംഗ്ഷനിനകത്ത് വാല്യൂ ഉണ്ട്. ഈ ഫംഗ്ഷന്റെ വാല്യൂ ഒക്കെ എവിടെ കിടക്കുകയാണ്? റേഞ്ചിലുണ്ട്. വൈ ആക്സിസ്, കോഡൊമൈനും റേഞ്ചും ഒക്കെ വൈ ആക്സിസിലാണ് കിടക്കുന്നത്. അപ്പൊ എഫ് ഓഫ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് എഫ് ഓഫ് എ. എ മൈനസ് എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷന്റെ വാല്യൂ ആണ് എഫ് ഓഫ് എ മൈനസ് എച്ച്. എ പ്ലസ് എച്ചിൻ്റെത് എഫ് ഓഫ് എ പ്ലസ് എച്ച്. ഈ 3 കാര്യങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ആ പോയിന്റിനെ കോർഡിനേറ്റ് ആക്കി ഒന്ന് പറയാമല്ലോ. ഈ പോയിന്റിനെ കോർഡിനേറ്റ് ആക്കി എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. എക്സ് കോർഡിനേറ്റ് എന്താ? എ മൈനസ് എച്ച്. വൈ കോർഡിനേറ്റ് എന്താ? എഫ് ഓഫ് എ മൈനസ് എച്ച്. അതുപോലെ രണ്ടാമത്തെ പോയിന്റ് എക്സ് കോർഡിനേറ്റ് എയും വൈ കോർഡിനേറ്റ് എഫ് ഓഫ് എയും. മൂന്നാമത്തെ പോയിന്റ് എക്സ് കോർഡിനേറ്റ് എ പ്ലസ് എച്ച്, വൈ കോർഡിനേറ്റ് എഫ് ഓഫ് എ പ്ലസ് എച്ച്. അങ്ങനെ ആ 3 പോയിന്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇനി ഞാൻ പറയുന്നത് ആ ഒരു പോയിന്റുകൾക്കൊക്കെ ഒരു പേര് കൊടുക്കാം. നമുക്ക് എ, പി, ബി. ഈ എ പി എന്ന ഒരു ചെറിയൊരു പോർഷൻ കണ്ടില്ലേ? ഒരു കർവ്, ചെറിയൊരു കർവ്, കോഡ് കണക്കത്തെ ഒരു ചെറിയൊരു പോർഷൻ, ഒരു ആർക്ക് പോലത്തെ. അപ്പൊ എ പി എന്ന് പറഞ്ഞൊരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എ പി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഏത് പോയിന്റ് എടുത്താലും, ആ ഒരു കർവിൽ ഏത് പോയിന്റ് എടുത്താലും അവിടെയുള്ള ഒരു ടാൻജന്റിന്റെ സ്ലോപ്പ് എങ്ങനെ എഴുതാൻ പറ്റും? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ആ സ്ട്രെയിറ്റ് ലൈനിനകത്തൊക്കെ പഠിച്ചതാണ്. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എങ്ങനെയാണ്? ഇക്വേഷൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ട് അതിനകത്ത് 2 പോയിന്റ്സ്, ഒരു ഗ്രാഫ് തന്നിട്ട് 2 പോയിന്റ്സ് തന്നിട്ട് അതിന്റെ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 അല്ലേ? ക്ലിയർ ആയിട്ട് നമുക്കറിയാം. അപ്പൊ സ്ലോപ്പ് ഓഫ് എനി പോയിന്റ് ഇൻ ദ കോഡ് എ പി എന്ന ഒരു കർവിലെ ഏത് പോയിന്റ് എടുത്താലും അതിലെ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഓഫ് എ പി എങ്ങനെ എഴുതാം? y2 മൈനസ് y1. ഏതിനു വേണമെങ്കിലും y2ഉം x2ഉം ഒക്കെ ആക്കി കൊടുക്കാം. അപ്പൊ പക്ഷെ x1 y1 ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ x2 y2 എടുക്കണമെന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാം. x1 y1നെ എ എഫ് എ എന്നും x2 y2നെ എ മൈനസ് എച്ച് എഫ് ഓഫ് എ മൈനസ് എച്ച് എന്നും എടുത്തു കഴിഞ്ഞാൽ ആ ഒരു y2 മൈനസ് y1 എഫ് ഓഫ് എ മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എ മൈനസ് എച്ച് മൈനസ് എ അല്ലെ? അപ്പോൾ എന്താ കിട്ടിയത്? എഫ് ഓഫ് എ മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ മൈനസ് എച്ച്. ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലെ? എവിടെയാണ്?
നമ്മൾ നേരത്തെ എടുത്ത ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിന്റെ ലിമിറ്റ് h ടെൻസ് ടു 0 കൊടുക്കുന്നതിന് മുൻപുള്ള ഒരു പോർഷനാണ് ഇത്. ആ ഒരു സ്ലോപ്പ് നമ്മൾ എടുത്തപ്പോൾ കിട്ടിയത്. ഇനി ആ റൈറ്റ് സൈഡിലെ സ്ലോപ്പും കൂടി ഒന്ന് എടുത്തു നോക്കാം. സ്ലോപ്പ് ഓഫ് ബി പിയുടെ സ്ലോപ്പ്. ഓക്കെ, അപ്പോൾ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഫോമിൽ എടുക്കുമ്പോൾ എന്ത് കിട്ടും? എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എ പ്ലസ് എച്ച് മൈനസ് എ. അതൊന്ന് എഴുതി നോക്കാം. എഫ് ഓഫ് സ്ലോപ്പ് ഓഫ് ബി പി ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി പി അല്ല, സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഓഫ് ബി പിയിലുള്ള ആ ഒരു കർവിലെ ടാൻജന്റിന്റെ സ്ലോപ്പ്. എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എ പ്ലസ് എച്ച് മൈനസ് എ. അതെന്ന് പറയുന്നത് എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ പ്ലസ് എച്ച്. ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ലിമിറ്റ് h ടെൻസ് ടു 0 എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ എഴുതിയ സംഭവം. ഇനി h ടെൻസ് ടു 0 ആകുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് ജിയോജിബ്ര ഫയലിലേക്ക് നോക്കാം. നമുക്ക് ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് ജിയോജിബ്രയിലേക്ക് അതേപോലെ തന്നെ കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച കാര്യങ്ങൾ അതേപോലെ തന്നെ ജിയോജിബ്രയിൽ റീപ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് എ എന്ന പോയിന്റ്, ലെഫ്റ്റ് സൈഡിലേക്ക് എ മൈനസ് എച്ച്, റൈറ്റ് സൈഡിലേക്ക് എ പ്ലസ് എച്ച്, അതുപോലെ എഫ് ഓഫ് എ മൈനസ് എച്ച്, എഫ് ഓഫ് എ പ്ലസ് എച്ച്. അപ്പോൾ ഈ 3 പോയിന്റും മൂന്ന് പോയിന്റും അവിടെ ഉണ്ട്. അപ്പം ഇത് കണ്ടിന്യൂറ്റിയിലും നമ്മൾ ഇതേ കാര്യം പഠിച്ചിരുന്നു. ഓർക്കുന്നുണ്ടോ? കണ്ടിന്യൂറ്റിയിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് എ അല്ലെ, എഫ് ഓഫ് എക്സ്, എ മൈനസ് എഫ് ഓഫ് എക്സും എ പ്ലസ് എഫ് ഓഫ് എക്സും എഫ് എയും ഈക്വൽ ആവണം. ആ 3 വാല്യൂ ആണ് ഈ കിടക്കുന്നത്. ഈ 3 വാല്യൂ, എച്ചിന്റെ വാല്യൂ തന്നെ 1ൽ നിൽക്കുകയാണ്. ഇപ്പം അത് 10 to 0 വരുമ്പോൾ അതായത് ഈ ഒരു ഡിഫറൻസ് ആണല്ലോ എച്ച് എന്ന് പറയുന്നത്. ആ എച്ച് വെറുതെ ചെറുതായി വരുമ്പോഴത്തേക്കും ആ ഫംഗ്ഷന്റെ വാല്യൂസിന് കാണുന്നുണ്ടോ? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ആകുമ്പോൾ ആ 3 വാല്യൂസും എന്തായി മാറുന്നു? ഈക്വൽ ആയി മാറുന്നു. ഓക്കെ, എച്ച് ടെൻസ് ടു 0 ആകുമ്പോൾ, അതായത് ഇവിടുത്തെ ഒരു ഗ്യാപ്പ് ടെൻസ് ടു 0 പോകുമ്പോൾ ആ 3 വാല്യൂസും ഈക്വലായി വരുന്നു. അങ്ങനെ ഈക്വലായി വന്നാൽ കണ്ടിന്യൂറ്റി ആണെന്ന് പറയാം. അപ്പോൾ കണ്ടിന്യൂറ്റിയിലെ കേസും നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നു. ഈ ഡിഫറൻഷ്യബിലിറ്റി വരുമ്പോൾ ഇതേ കാര്യം തന്നെയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സിയിൽ ഒരു സ്ലോപ്പ് വരയ്ക്കുകയാണ്. സിയിൽ വരയ്ക്കാം. സി എന്ന പോയിന്റ് അല്ലെ, സി എന്ന പോയിന്റിൽ ആ ഒരു സ്ലോപ്പ് വരയ്ക്കുന്നു. ടാൻജന്റ് വരയ്ക്കുന്നു. ടാൻജന്റ് ആണിത്. അതുപോലെ ഈ ലാസ്റ്റ് ബി എന്ന പോയിന്റിലും ഒരു ടാൻജന്റ് വരയ്ക്കുന്നു. ഓക്കെ, ഈ എച്ചിന്റെ വാല്യൂ ഇതിലേക്ക് പോകുമ്പോൾ, ടെൻഡ് ചെയ്യുമ്പോൾ ഈ 2 ടാൻജന്റിനും സംഭവിക്കുന്നതെന്ന് നോക്കിക്കേ. ആ ടാൻജന്റ് ഈക്വൽ ആവുന്നു അല്ലെ, കോയിൻസൈഡ് ചെയ്യുന്നു. കോയിൻസൈഡ് നിൽക്കുക ആ 2 ടാൻജന്റും. ഓക്കെ, അപ്പോ ഒരു എ എന്ന പോയിന്റ് കാണുന്നില്ലേ? നമ്മൾ ആദ്യം എടുത്ത സ്മോൾ എ എന്ന പോയിന്റിൽ കറസ്പോണ്ട് ചെയ്യുന്ന ഫംഗ്ഷന്റെ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ്, പോയിന്റ് എ. അവിടെ ഒരു ടാൻജന്റ് വരയ്ക്കുകയാണ്. ആ റോസ് കളർ കാണുന്നതാണ് ആ ടാൻജന്റ്. അപ്പൊ നമ്മൾ ഈ എച്ച് ടെൻസ് ടു വീണ്ടും ടെൻസ് ടു 0 കൊണ്ടുവരുന്നു. 0 കൊണ്ടുവരുമ്പോൾ ആ ഒരു മൂന്നാമത് വരച്ച, അതായത് ആ ഫംഗ്ഷന്റെ വാല്യൂവിലെ ടാൻജന്റിനുമായിട്ട് കോയിൻസൈഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ സ്ലോപ്പ് നമ്മൾ ഓൾജിബ്രായിക്കായിട്ട് എഴുതി വരുന്നപ്പോൾ രണ്ട് സ്ലോപ്പുകളും ആ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ആണ്. അത് രണ്ടിനെയും കൂടെ ഒരുമിച്ചാക്കുന്നു. ഒരുമിച്ച് കിട്ടി, ഈക്വൽ കിട്ടി എന്ന് പറഞ്ഞാൽ ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ? ആദ്യം നമ്മൾ കണ്ട ലിമിറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. ആ ലിമിറ്റാണ് ഡെറിവേറ്റീവ്. ആ ലിമിറ്റാണ് ഈ ഒരു ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡെറിവേറ്റീവിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷൻ ഈസ് ദ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് അറ്റ് ദ പോയിന്റ് സ്മോൾ എ. അപ്പോൾ ഡിഫറൻഷ്യബിലിറ്റി ജോമെട്രിക്കൽ മീനിങ്, ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ് എ ഈസ് ദ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് അറ്റ് ദ പോയിന്റ് എ. നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന പാഠത്തിൽ ഇതുപോലെ ടാൻജൻസ് ആൻഡ് നോർമൽസ് അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം എന്നെങ്കിൽ മാത്രമേ അവിടുത്തെയും കൺസെപ്റ്റ് ക്ലിയർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡുമാണ് നമ്മൾ അവിടെ കണ്ട സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് എന്ന് പറയുന്നത്. 2 പോയിന്റിൽ അതെല്ലാം കൂടി എച്ച് ടെൻസ് ടു 0 ആകുമ്പോൾ എല്ലാം കൂടി കോയിൻസൈഡ് ചെയ്ത് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് അറ്റ് ദ പോയിന്റ് എ ആകും. അങ്ങനെയാണ് ആ ജോമെട്രിക്കൽ മീനിങ് വന്നത്. കുറച്ച് ലെങ്തി ആണെങ്കിലും ഈ നോട്ട്സ് ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് ഈ ഒരു പടവും വരച്ച് അവിടെ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആകുള്ളൂ, ബാക്കി പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ.
relation between continuity and differentiability. Continuity, differentiability ഇവ രണ്ടിന്റെയും ജോമെട്രിക്കൽ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായതാണ്. അപ്പൊ ഇവർ തമ്മിലുള്ള എന്താണ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് തിയറത്തിന്റെ പ്രൂഫൊക്കെ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അപ്പൊ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. ഈ ഒരു കാര്യങ്ങൾ മാത്രം ഓർത്തു വെച്ചാൽ മതി. ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി. അതായത് ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് കണ്ടിന്യൂസും ആയിരിക്കും. ദാറ്റ് ഈസ് ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി. പക്ഷേ തിരിച്ച് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, പക്ഷെ അത് എപ്പോഴും ഡിഫറൻഷ്യബിൾ ആകണം എന്നില്ല. അപ്പൊ നമുക്ക് ഡി ഇംപ്ലൈസ് സി, ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി, ബട്ട് ദ കോൺവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. ബട്ട് ദ കോൺവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. തിരിച്ച് എല്ലായ്പ്പോഴും ശരിയാകണം എന്ന് ഇല്ല. അപ്പൊ നമ്മൾ പറഞ്ഞത് ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി, ബട്ട് ദ കോൺവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇങ്ങനെ എഴുതാം. That is, if a function is differentiable at a point, then it is continuous at that point. അപ്പോൾ ഒരു പോയിന്റിലാണ് നമ്മൾ കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയും ഒക്കെ പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതേ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസും ആയിരിക്കും. അതായത് ഡി ഇംപ്ലൈസ് സി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷേ തിരിച്ചുള്ളത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ നീഡ് നോട്ട് ബി ഡിഫറൻഷ്യബിൾ. എപ്പോഴും തിരിച്ച് എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ ആകണമെന്നില്ല. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് എഴുതണം. എക്സാമ്പിൾ മോഡ് എക്സ്. മോഡ് എക്സ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മോഡ് എക്സ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. കാര്യം എന്താണ്? സ്റ്റാൻഡേർഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ അത് നമ്മൾ പഠിച്ച കാര്യമാണ് മോഡ് എക്സ്. മോഡ് എക്സിന്റെ ഗ്രാഫ് ഒക്കെ നമുക്ക് ഗ്യാപ്പില്ല അതൊക്കെ വരയ്ക്കാനൊക്കെ പറ്റും. അപ്പൊ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് മോഡ് എക്സ്. പക്ഷേ ഇത് ഡിഫറൻഷ്യബിൾ അല്ല. എങ്ങനെ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറയാം? അതിന്റെ ഒരു നമ്മളിപ്പോ കണ്ട റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഒക്കെ ഒന്ന് നോക്കിയാൽ മതി. അതായത് ഡിഫറൻഷ്യബിളിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എഫ് ഡാഷ് എ എന്നും പറഞ്ഞ് നമ്മൾ എടുത്തില്ലേ, ഒരു പോയിന്റിൽ ഒരു ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ അതിന്റെ ലിമിറ്റ് ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ബൈ എക്സ് മൈനസ് എ. ഇതിനെ രണ്ട് ലിമിറ്റ് ആക്കി എഴുതി, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ എഴുതി വന്നപ്പം ഒന്ന് നോക്കാം. എക്സ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് അല്ലെ എ മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ മൈനസ് എച്ച്. അപ്പൊ ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിന്റെ കാര്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ. ലെറ്റ് എ ഇസ് ഈക്വൽ ടു 0 എന്ന പോയിന്റിലാണ് ഇത് ഡിഫറൻഷ്യബിൾ ആണോ നോക്കുന്നത്. എ ഇസ് ഈക്വൽ ടു 0 വന്നാൽ ആ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായി മാറും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 0 മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ബൈ മൈനസ് എച്ച്. ഏത് ഫംഗ്ഷന്റെ കാര്യം നമ്മൾ പറയുന്നത്? എഫ് എക്സ് മോഡ് എക്സിന്റെ കാര്യം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ്. അപ്പൊ എഫ് ഓഫ് മൈനസ് എച്ച് എന്ത് വരും? മോഡ്. അപ്പൊ ലിമിറ്റ് എഴുതാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മോഡ് മൈനസ് എച്ച് വരും അല്ലെ. ലിമിറ്റ് എഫ് ഓഫ് മൈനസ് എച്ച് ഇസ് മോഡ് ഓഫ് മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് 0 എന്ത് വരും? 0 ബൈ എച്ച്. ഈ മോഡിനകത്ത് മൈനസ് വന്നാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കിടക്കണം. മോഡിനകത്ത് മൈനസ് എച്ച് വന്നാൽ അത് പോസിറ്റീവ് എച്ച് ആയി മാറി. എച്ച് മൈനസ് 0 ബൈ മൈനസ് എച്ച്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ലെഫ്റ്റ് ലിമിറ്റ് ആണ് മൈനസ് എച്ച്. അപ്പം അതിന്റെ ആൻസർ വരുന്നത് നമുക്ക് വരുന്നത് -1 എന്നാണ്. എച്ച് ബൈ മൈനസ് എച്ച് ദാറ്റ് ഇസ് -1. ലിമിറ്റ് കൊടുത്താലും -1 ആണ് ആൻസർ വരുന്നത്. അപ്പൊ ഇതുപോലെ നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ എഴുതിയത് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 0 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ബൈ പ്ലസ് എച്ച് ആണ്. കറസ്പോണ്ടിങ് വാല്യൂസ് ഒക്കെ ഇങ്ങോട്ട് കൊടുക്കുമ്പം എച്ച് ടെൻസ് ടു 0 മോഡ് എച്ച് മൈനസ് 0 ബൈ എച്ച്. മോഡ് എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് തന്നെയാണ്. എച്ച് ബൈ എച്ച് ഇസ് 1. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴും ആൻസർ ഈസ് 1. അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ലാതെ കിട്ടി. സോ മോഡ് എക്സ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് ദാറ്റ് പോയിന്റ്. മോഡ് എക്സ് കണ്ടിന്യൂസ് ആണ്, പക്ഷേ ഡിഫറൻഷ്യബിൾ അല്ല. ഏത് പോയിന്റിലാണ്? 0 എന്ന പോയിന്റിൽ. അടുത്തത് ഓൾജിബ്ര ഓഫ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ്. ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചതാണ്. എഫും ജിയും രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് പ്ലസ് ജി കണ്ടിന്യൂസ് ആയിരിക്കും, എഫ് മൈനസ് ജി കണ്ടിന്യൂസ് ആയിരിക്കും, എഫ് ഇൻറ്റു ജി കണ്ടിന്യൂസ് ആയിരിക്കും, എഫ് ബൈ ജി കണ്ടിന്യൂസ് ആയിരിക്കും, പ്രൊവൈഡഡ് ദാറ്റ് ജി നോട്ട് ഈക്വൽ ടു 0. അപ്പൊ ഇതേപോലെ തന്നെ ഓൾജിബ്ര ഓഫ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പഠിക്കണം. ദാറ്റ് ഈസ് എഫ് പ്ലസ് ജി.
എഫും ജിയും രണ്ട് ഫംഗ്ഷൻ if f and g be any two differentiable functions, then f plus g എന്ന് പറയുന്നതും ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അതിന്റെ വാല്യൂ നമുക്ക് നോക്കാം, പിന്നീട് നോക്കാം. എഫ് പ്ലസ് ജി ഡിഫറൻഷ്യബിൾ ആയിരിക്കും, അതുപോലെ എഫ് മൈനസ് ജി ഡിഫറൻഷ്യബിൾ ആയിരിക്കും, അതുപോലെ എഫ് ഇൻറ്റു ജി ഡിഫറൻഷ്യബിൾ ആയിരിക്കും, എഫ് ബൈ ജിയും ഡിഫറൻഷ്യബിൾ ആയിരിക്കും, പ്രൊവൈഡഡ് ദാറ്റ് ജി നോട്ട് ഈക്വൽ ടു ജി ഡാഷ് ആ ഒരു ഡിഫറൻഷ്യബിൾ അവിടെ 0 ആവരുത്. ഓക്കെ, എഫ് ഇൻറ്റു ജി ഇസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ. f by g is also a differentiable function. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും വാല്യൂ എന്താണ്? എഫ് പ്ലസ് ജിയുടെ വാല്യൂ, എഫ് പ്ലസ് ജിയുടെ ഡിഫറൻഷ്യബിളിന്റെ വാല്യൂ. നമ്മൾ പറഞ്ഞല്ലോ എഫ് പ്ലസ് ജിയുടെ ഡിഫറൻഷ്യബിളിനെ ഒരു ഫംഗ്ഷന്റെ ഡിഫറൻഷ്യബിലിറ്റിയെ നൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മളൊരു ഡാഷ് കൊടുത്തിട്ടാണ് അല്ലെ. എഫ് പ്ലസ് ജി ദ ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് പ്ലസ് ജി ഡാഷ് ആയിരിക്കും. അതായത് സെപ്പറേറ്റ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഫംഗ്ഷന്റെ ഡിഫറെന്റ് ഡെറിവേറ്റീവിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് അതിനെ ആഡ് ചെയ്യുന്നതായിരിക്കും ആ ഫംഗ്ഷന്റെ സമ്മിന്റെ ടോട്ടൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. എഫ് പ്ലസ് ജി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് പ്ലസ് ജി ഡാഷ്. അതുപോലെ തന്നെയാണ് സബ്ട്രാക്ഷനിലും വരുന്നത്. അതിന്റെ ഡിഫറൻസിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അതിന്റെ ഡെറിവേറ്റീവുകളുടെ സെപ്പറേറ്റ് ആയിട്ട് ഡെറിവേറ്റീവ് എടുത്തിട്ട് അതിന്റെ ഡിഫറൻസ് ആയിരിക്കും. എഫ് ഇൻറ്റു ജിയുടെ ഡെറിവേറ്റീവ്, എഫ് ഇൻറ്റു ജി രണ്ടും ഫംഗ്ഷൻ ആണ്. അപ്പോൾ എഫ് ഇൻറ്റു ജിയുടെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ജി ഡാഷ് അല്ല, അതിനൊരു പ്രത്യേക റൂൾ ഉണ്ട്. ആ റൂളിനെ പറയുന്ന പേരാണ് പ്രോഡക്റ്റ് റൂൾ. ഇത് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചതാണ്. എഫ് ഇൻറ്റു ജി ഡാഷ് പ്ലസ് ജി ഇൻറ്റു എഫ് ഡാഷ്. അപ്പോൾ ഇങ്ങനെ ഒരു റൂൾ ഉണ്ട്, അതാണ് പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. എഫ് ബൈ ജിക്കും അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നതിന് കോഷ്യന്റ് റൂൾ എന്നാണ് പറയുന്നത്. ആ റൂളിൽ നമ്മൾ ആദ്യം ഡിനോമിനേറ്റർ സ്ക്വയർ എഴുതുന്നു. അതിന്റെ ആൻസറിനകത്ത്, അതിന്റെ ഡെറിവേറ്റീവിനകത്ത് ഡിനോമിനേറ്ററിൽ എന്താണോ കിടക്കുന്നത് അതിന്റെ സ്ക്വയർ എഴുതുന്നു. പിന്നെ ഡിനോമിനേറ്റർ ഇവിടെ എഴുതുന്നു. ഡിനോമിനേറ്ററിന്റെ കാര്യമാണ് ആദ്യം എല്ലാം പറയുന്നത്. ഇൻറ്റു എഫ് ഡാഷ് മൈനസ് എഫ് ഇൻറ്റു ജി ഡാഷ്. ഓക്കെ, denominator into derivative of numerator minus numerator into derivative of denominator, the whole divided by denominator square. അപ്പോൾ എപ്പോഴും പറയുന്നത് കണക്ക് തന്നെ ഇത് പല രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കും. സംഭവം ഇതാണ്, ക്വസ്റ്റ്യൻ റൂൾ ഒന്നേ ഉള്ളൂ എങ്കിലും ഇത് പല രീതിയിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ച് ഒരു രീതിയിൽ പഠിച്ചിട്ട് പിന്നെ പകുതി വരുമ്പോൾ മറ്റേ രീതിയിലോട്ട് പോവുക, അതൊന്നും വേണ്ട. ഒരു രീതിയിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അത് തന്നെ അങ്ങ് ഫോളോ ചെയ്ത് പോവുക. അടുത്ത ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ ആണ്, അല്ലെങ്കിൽ ചെയിൻ റൂൾ എന്ന് വിളിക്കാം. നമ്മൾ നേരത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല, കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഓൾജിബ്രായിക് നോക്കിയായിരുന്നു അല്ലെ. ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ നോക്കിയപ്പോൾ എഫ് പ്ലസ് ജി, എഫ് മൈനസ് ജി, എഫ് ഇൻറ്റു ജി, എഫ് ബൈ ജി, കൂടാതെ എഫ് കോമ്പോസിറ്റ് ജി, എഫ് ഓഫ് ജി, അതിനെ പറ്റിയും പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു കാര്യമാണ് ഇവിടെ ഡിഫറൻഷ്യബിലിറ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതായത് എഫും ജിയും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് ജിയുടെ കണ്ടിന്യൂറ്റിയെ പറ്റി എങ്ങനെ പറയാം? എഫ് ഓഫ് ജി ഓഫ് എക്സ് ഒരു പോയിന്റിലാണ് നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് പറയുന്നത്, കണ്ടിന്യൂറ്റി അല്ല ഡിഫറൻഷ്യബിലിറ്റി പറയുന്നത്. എഫ് ഓഫ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്, എഫ് ഓഫ് f dash of gx into g dash of x. ക്ലിയർ ആയല്ലോ? f of g dash of x എന്ന് പറയുന്നത് f dash of gx into g dash of x. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ടൊന്ന് നോക്കാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് x plus 1 the whole square. ഇതിന്റെ ഡെറിവേറ്റീവ് എഴുതണം. f is equal to fx is equal to x plus 1 the whole square ഡെറിവേറ്റീവ് എഴുതണം. അതിന് ഡെറിവേറ്റീവ് എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പറഞ്ഞു എഫ് ഡാഷ് ആണ് എന്നൊരു ഡെറിവേറ്റീവ് ഒരു നൊട്ടേറ്റ് ചെയ്യുന്നത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ വേറൊരു നൊട്ടേഷനാണ് ഡി ബൈ ഡി എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എക്സ്. എന്തിനെയാണോ ഡെറിവേറ്റീവ് എടുക്കുന്നത് അത് ഈ ബ്രാക്കറ്റിലാണ് കൊടുക്കുക. അതിന് തൊട്ട് മുന്നിലായിട്ട് ഡി ബൈ ഡി എക്സ്. ആ ഡി ബൈ ഡി എക്സിന്റെ മീനിങ് എന്താ?
എക്സ് വെച്ചാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് എന്ന വേരിയബിൾ വെച്ച് ഡെറിവേറ്റീവ് എടുക്കുന്നു. അങ്ങനെ എടുത്താലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാര്യം എക്സ് ഇവിടെ വേണം. എക്സ് ഇല്ലാത്ത ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ, ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എക്സ് സ്ക്വയർ ഡി ബൈ ഡി എക്സ് ഓഫ് ഈ എക്സ് സ്ക്വയർ നമുക്കറിയാം 2x ആണെന്നല്ലേ. ഡി ബൈ ഡി ടി ഓഫ് എക്സ് സ്ക്വയർ ആണെങ്കിലോ സെയിം കാര്യം തന്നെയാണ്. എക്സ് സ്ക്വയറിന് തന്നെയാണ് ഡെറിവേറ്റീവ് ചെയ്യുന്നത്, പക്ഷേ വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. ടി വേറെ ഒരു വേരിയബിൾ. അങ്ങനെ വരുമ്പോൾ അതിന്റെ ആൻസർ 0 ആയിരിക്കും. ഓക്കെ, അപ്പം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ എന്താണോ ആ വേരിയബിൾ വെച്ച് നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റും. അപ്പൊ എന്തായാലും എഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 നമ്മൾക്ക് ഒന്ന് ഡെറിവേറ്റീവ് എടുക്കണം. എഫ് ഡാഷ് എക്സ് എഴുതുന്നു. അപ്പം ഇതിന് രണ്ട് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആയിട്ട് വേണമെങ്കിൽ എഴുതാം. എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ നമുക്ക് കോമ്പോസിറ്റ് എഴുതാം. കോമ്പോസിറ്റ് ഒന്നും എഴുതേണ്ട. ഈ റൂൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. എഫ് ഡാഷ് ജി എക്സ്, അതായത് ഈ ഒരു എക്സ് പ്ലസ് 1, നമുക്ക് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് അറിയാം. എക്സ് സ്ക്വയർ അല്ല ഇവിടെ കിടക്കുന്നത്, എക്സിന് പകരം എക്സ് പ്ലസ് 1 ആണ് കിടക്കുന്നത്. അപ്പം എക്സ് പ്ലസ് 1നെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ട് അതിനെ എങ്ങനെ എക്സ് ആക്കി കൺസിഡർ ചെയ്യുക. എക്സ് ആയിരുന്നെങ്കിൽ 2x ആയിരുന്നേനെ. എക്സ് പ്ലസ് 1 ആയതുകൊണ്ട് 2 into എക്സ് പ്ലസ് 1 ആകും. അങ്ങും പറഞ്ഞ് നമ്മൾ കൺസിഡർ ചെയ്ത് എഴുതുന്നു. എന്നിട്ടാണ് ഈ ജി ഡാഷ് എക്സിന്റെ പ്രസക്തി. ആരെയാണോ നമ്മൾ എക്സിന് പകരമാക്കി കൺസിഡർ ചെയ്തത് അതിന്റെ ഡെറിവേറ്റീവ് എഴുതുക. എക്സ് പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. എക്സിന്റെ ഡെറിവേറ്റീവ് 1, 1ന്റെ ഡെറിവേറ്റീവ് 0. അപ്പൊ ഇൻറ്റു 1, ആൻസർ വരുന്നത് 2 into എക്സ് പ്ലസ് 1. നമുക്ക് വേറൊരു എക്സാമ്പിളോടെ നോക്കാം. എഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു കോസ് എക്സ്. അപ്പൊ എന്തിന്റെ ഡെറിവേറ്റീവ് നമുക്ക് അറിയാം? ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്ക് അറിയാം. അതെന്താണ്? ഡി ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് തന്നെയാണ്. അത് നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ച കാര്യമാണ്. ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ. അപ്പൊ ഈ എഫ് ഓഫ് ഇ എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു കോസ് എക്സ് ആണ്. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നു. ഈ കോസ് എക്സിന് പകരം എക്സ് ആണെന്ന് അങ്ങ് കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയല്ലേ അതിന്റെ ഡെറിവേറ്റീവ് വരുന്നത്? ഇ റേസ് ടു കോസ് എക്സ് തന്നെയാണ് വരുന്നത് അല്ലെ. ഇനി ആരെയാണോ നമ്മൾ എക്സിന്റെ പകരം കൺസിഡർ ചെയ്തത് അയാളുടെ ഡെറിവേറ്റീവ്, ഒരു ഡി കൂടെ ചേർത്ത് എഴുതിയാൽ നമുക്ക് തെറ്റത്തില്ല. ഡി ഓഫ് കോസ് എക്സ്. അടുത്ത സ്റ്റെപ്പിൽ ക്ലിയർ ആയിട്ട് എഴുതാം. ഇ റേസ് ടു കോസ് എക്സ് ഇൻറ്റു ഡി ഓഫ് കോസ് എക്സ്. എത്ര? ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ്. അപ്പൊ ആൻസർ വരുന്നത് മൈനസ് സൈൻ എക്സ് ഇ റേസ് ടു കോസ് എക്സ്. അപ്പൊ ഈ ഒരു സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ, കോസ് ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, അതുപോലെ എക്സ്പോണൻഷ്യലിന്റെ ഡെറിവേറ്റീവ്, ലോഗറിതമിന്റെ ഡെറിവേറ്റീവ് എല്ലാം കൂടി നമുക്കൊരു ടേബിൾ ആയിട്ട് പഠിക്കണം. സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യബിൾ ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻസ് ആണ്. അത് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് ശേഷം ഇത്തരം പ്രോബ്ലംസ് ചെയ്യാം. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അല്ലെങ്കിൽ ചെയിൻ റൂൾ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ഡെറിവേറ്റീവ്സ് ഓഫ് ഫംഗ്ഷൻസ് പഠിക്കാം. കോമൺ ആയിട്ട് വരുന്ന ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ്. അപ്പം ഫംഗ്ഷൻ ഒരു എക്സ് റേസ് ടു എൻ ആണെങ്കിൽ, എക്സ് റേസ് ടു എൻ ആണെങ്കിൽ നമ്മൾ പഠിച്ചിരുന്നു അതിന്റെ ഡെറിവേറ്റീവ് എന്താണെന്ന്? എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണെന്ന് പഠിച്ചിരുന്നു. അതുപോലെ റൂട്ട് യു അല്ലെങ്കിൽ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ എഴുതാം? റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് റേസ് ടു ഹാഫ് ആണ് അല്ലെ. എക്സ് റേസ് ടു എൻ ആക്കി കൺസിഡർ ചെയ്താൽ എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ് അതിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ എക്സ് റേസ് ടു 1/2ന്റെ ഡെറിവേറ്റീവ് 1/2 എക്സ് റേസ് ടു 1/2 മൈനസ് 1, ദാറ്റ് ഈസ് 1/2 എക്സ് റേസ് ടു മൈനസ് 1/2. ഈ മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ എന്താ? താഴെ വരും അല്ലെ. 1/x റേസ് ടു 1/2, അതായത് 1/2 ഇൻറ്റു 1/√x, ദാറ്റ് ഈസ് 1/2 √x. അപ്പൊ ഈ ഒരു മെത്തേഡ്, ഈ എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 എന്ന അതേ ഫോർമുല വെച്ചുകൊണ്ടാണ് നമുക്ക് 1/2 √x കിട്ടിയത്. എന്നാൽ അത് കാണാതെ പഠിക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടി എളുപ്പം. പെട്ടെന്ന് നമുക്ക് ആൻസർ എഴുതാം. 1/2 √x. ഓക്കെ, അടുത്തത് മൈനസ് 1/u അല്ലെങ്കിൽ 1/x. 1/xന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് 1/x². 1/xന്റെ ഡെറിവേറ്റീവും നമുക്ക് ഇതേ രീതിയിൽ തന്നെ, ഈ എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 രീതിയിൽ തന്നെ നമുക്കത് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 1/x എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? എക്സ് റേസ് ടു മൈനസ് 1 എന്നാണ് മീനിങ്. അപ്പൊ എന്നിന്റെ സ്ഥലത്ത്
nx raised to n minus അല്ല x raised to n ആണ് ഡെറിവേറ്റീവ് ആണ് ഇത് nx raised to n minus 1. n-ന്റെ സ്ഥലത്ത് എന്താണ് വരുന്നത്? -1 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് x minus 1 എന്ന് പറഞ്ഞാൽ -1 n into x raised to n minus 1 -1 minus 1 that is -1 into x raised to -2 which is equal to -1 into 1 by x square. That is -1 by x square. അങ്ങനെയാണ് -1 by x square കിട്ടിയത്. ഇനി അടുത്ത ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ട്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് ആണ്, കോസ് എക്സ്. അതുപോലെ കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. കൊസീക് എക്സിന്റെ ഡെറിവേറ്റീവ് കൊസീക് എക്സ് കോട്ടെക്സ്. ഈ കോ ഫംഗ്ഷൻസിന് എല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഒരു നെഗറ്റീവ് കാണും. ഈ CO വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻസ്. മൈനസ് കൊസീക് എക്സ് കോട്ടെക്സ്. അതുപോലെ കോട്ടിന്റെയും കൂടെ നമുക്ക് എഴുതാം. കോട്ടെക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ്. അതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ട് ടാൻ, രണ്ടെണ്ണം കൂടെ ഉണ്ട്. ടാൻ എക്സ് ഇസ് ഈക്വൽ ടു ടാനിന്റെ ഡെറിവേറ്റീവ് എന്താണ്? സീക് സ്ക്വയർ എക്സ്. സീക് സ്ക്വയർ എക്സ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ സീക്കിന്റെ ഡെറിവേറ്റീവ്. സീക്കിന്റെ ഡെറിവേറ്റീവ് എന്താണ്? സീക് എക്സിന്റെ ഡെറിവേറ്റീവ് വരുന്നത് സീക് എക്സ് ടാൻ എക്സ്. സീക് എക്സ് ടാൻ എക്സ്. അപ്പോൾ കോ ഫംഗ്ഷൻസ് എല്ലാം കൂടി ഒരു മൈനസ് വെച്ച്, മൈനസ് ആണ് അതിന്റെ ഡെറിവേറ്റീവ് ഉണ്ടാകും. ബാക്കിയുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഒക്കെ നമുക്ക് കാണാതെ പഠിച്ചു വെക്കുക. അത് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ ഈ എക്സ്പൊണൻഷ്യൽ ലോഗറിതമിക് ഫംഗ്ഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അങ്ങോട്ട് വരുന്നുണ്ട്. അത് അന്നേരം നോക്കാം. എക്സസൈസ് 5.1 അല്ല 5.2 ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണിത്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5 വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഒരു ഫംഗ്ഷന് എക്സ് കൊണ്ടാണ് ഡെറിവേറ്റീവ് എടുക്കേണ്ടത്. d/dx ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. d/dx ഓഫ് വാട്ട്? സൈൻ എക്സ് സ്ക്വയർ പ്ലസ് 5. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് സൈൻ എക്സ് സ്ക്വയർ പ്ലസ് 5ന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സൈൻ എക്സിന്റെ ആയിരുന്നെങ്കിൽ നമുക്ക് അറിയാമായിരുന്നു. സൈൻ എക്സിന്റെ എന്താണ്? കോസ് എക്സ് ആണ്. അപ്പൊ അവിടെ എക്സിന് പകരം ആരാണ് കിടക്കുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് 5 ആണ് കിടക്കുന്നത്. അപ്പൊ അതിന് പകരം നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 5ന് പകരം എക്സ് ആണെന്ന് വിചാരിക്കുക. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആയതുകൊണ്ട് സൈൻ എക്സ് സ്ക്വയർ പ്ലസ് 5ന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും എന്ന് വിചാരിക്കുക? കോസ് എക്സ് സ്ക്വയർ പ്ലസ് 5 ആയിരിക്കും എന്ന് വിചാരിക്കുക. ഇനി അതിന്റെ കൂടെ എന്തുകൊണ്ടും കൂടി ഇൻഡു ചെയ്യണം? ചെയിൻ റൂൾ പറഞ്ഞിരുന്നു അല്ലെ? പ്രോഡക്റ്റ് ഓഫ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ ചെയിൻ റൂൾ എന്ന് പറഞ്ഞ് പഠിച്ചതാണ്. നമ്മൾ എക്സ് എന്ന് കരുതുന്ന ആളുടെ ഡെറിവേറ്റീവും കൂടി ഒന്ന് ഈ ഒരു റിസൾട്ടിന്റെ കൂടെ ഇൻഡു ചെയ്യുക. എക്സ് സ്ക്വയർ പ്ലസ് 5. അപ്പം സൈൻ എക്സ് സ്ക്വയർ പ്ലസ് 5 സൈൻ എക്സ് ആയിരുന്നെങ്കിൽ കോസ് എക്സ് ആണ്. സൈൻ എക്സ് സ്ക്വയർ പ്ലസ് 5നെ കോസ് എക്സ് സ്ക്വയർ പ്ലസ് 5 എന്ന് എഴുതി. എന്നിട്ട് എക്സിന് പകരം കൺസിഡർ ചെയ്ത എക്സ് സ്ക്വയർ പ്ലസ് 5ന്റെ ഡെറിവേറ്റീവും കൂടി ഈ ഒരു ആൻസറിന്റെ കൂടെ ഇൻഡു ചെയ്ത് വെക്കുക. അപ്പോൾ കോസ് എക്സ് സ്ക്വയർ പ്ലസ് 5 കോസ് എക്സ് സ്ക്വയർ പ്ലസ് 5 നമുക്ക് ഡി ഇട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് തെറ്റാതെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഡി അങ്ങ് മാറ്റിയിട്ട് ഇതിന്റെ ഡെറിവേറ്റീവ് എഴുതിയാൽ മതി. ഡെറിവേറ്റീവ് 2 ടേംസ് എക്സ് സ്ക്വയർ പ്ലസ് 5 2 ടേംസ് ആണ് കിടക്കുന്നത്. അപ്പോൾ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. അതിന് അടുത്തത് 5ന്റെ ഡെറിവേറ്റീവ്, കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എപ്പോഴും 0 ആയിരിക്കും. 2x പ്ലസ് 0 that is 2x into അല്ലെങ്കിൽ 2x into cos of x square plus 5. ഇങ്ങനെ നമുക്ക് ആൻസർ എഴുതാം. അടുത്ത ഫംഗ്ഷൻ കോസ് ഓഫ് സൈൻ എക്സ് ആണ്. കോസ് ഓഫ് സൈൻ എക്സ് അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുകയാണ് ക്വസ്റ്റ്യൻ. d/dx വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ നമ്മൾ എഴുതി കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് അറിയാമായിരുന്നു. അപ്പൊ എക്സിന് പകരം ഇവിടെ ചെയ്ത ആരെയാണ്? സൈൻ എക്സിനെ കൺസിഡർ ചെയ്തു. കോസ് എക്സിൻ്റെത് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പൊ കോസ് ഓഫ് സൈൻ എക്സിൻ്റെത് മൈനസ് സൈൻ ഓഫ് സൈൻ എക്സ് അല്ലെ? കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പൊ എക്സിന് പകരം ഇവിടെ ഉള്ളത് സൈൻ എക്സ് ആണ്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ ഈ എക്സിനെ മാറ്റി സൈൻ എക്സ് മൈനസ് സൈൻ ഓഫ് സൈൻ എക്സ് ഇൻറ്റു വാട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എക്സിന് പകരം ആരെയാണോ കൺസിഡർ ചെയ്തത്? സൈൻ എക്സിനെയാണ് കൺസിഡർ ചെയ്തത്. അതിന്റെ ഡെറിവേറ്റീവും കൂടി ഇൻറ്റു ചെയ്ത് എഴുതണം. ദാറ്റ് ഈസ് മൈനസ് സൈൻ ഓഫ് സൈൻ എക്സ്
ഇൻറ്റു ഡി ഓഫ് സൈൻ എക്സ് വാട്ട് കോസ് എക്സ്. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, സീക്ക് എക്സിന്റെ അറിയാം അല്ലെ. അപ്പൊ ഇതിന് ടാൻ റൂട്ട് എക്സിന്റെ പകരം എക്സ് എന്ന് കൺസിഡർ ചെയ്യുക. സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്, സീക്ക് എക്സ് ടാൻ എക്സ്. അപ്പൊ എക്സിന് പകരം ഇവിടെ കിടക്കുന്നത് ടാൻ റൂട്ട് എക്സ് ആണ്. അപ്പൊ സീക്ക് എക്സിന് പകരം ടാൻ റൂട്ട് സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ടാൻ ഓഫ് ടാൻ റൂട്ട് എക്സ് അല്ലെ, ടാൻ ഓഫ് ടാൻ റൂട്ട് എക്സ്. ഈ ഡെറിവേറ്റീവ് ഒക്കെ നല്ല ബൈഹാർട്ട് ആയിരിക്കണം. സീക്കിന്റെ എന്താണ് ടാനിന്റെ എന്താണെന്നൊക്കെ ഉള്ളത് ബൈഹാർട്ട് ചെയ്താലേ നമുക്ക് ഇത് തെറ്റിയാതെ കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സീക്ക് എക്സിന്റെ വേണമെങ്കിൽ സൈഡിലൊന്ന് എഴുതി നോക്കാം. സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് ടാൻ ഓഫ് റൂട്ട് എക്സ് ടാൻ ഓഫ് റൂട്ട് എക്സ് എന്ന് എഴുതിയത്. എക്സിന് പകരം ടാൻ റൂട്ട് എക്സ് വന്നു. അപ്പൊ അതിന്റെ ഒരു ഡെറിവേറ്റീവും കൂടി എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. ടാൻ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഈ ഫസ്റ്റ് ടേംസ്, ഫസ്റ്റ് ഈ സീക്ക് അത് ഡി മാത്രം ഇനി മാറ്റി കൊടുത്താൽ മതി, ബാക്കിയല്ല അതുപോലെ നമുക്ക് എഴുതാം. സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ് ടാൻ ഓഫ് ടാൻ റൂട്ട് എക്സ്. ഇനിയുള്ളത് ഡെറിവേറ്റീവ് ഓഫ് ടാൻ റൂട്ട് എക്സ് ആണ്. അപ്പൊ ഈ റൂട്ട് എക്സ് അല്ലാതെ എക്സ് ആയിരുന്നെങ്കിലോ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് അല്ലെ, ഇൻറ്റു സീക്ക് സ്ക്വയർ റൂട്ട് എക്സ്. സീക്ക് സ്ക്വയർ എക്സ് അല്ല, സീക്ക് സ്ക്വയർ റൂട്ട് എക്സ്. എക്സിന് പകരം ആരെ കൺസിഡർ ചെയ്തു, റൂട്ട് എക്സിനെ കൺസിഡർ ചെയ്തു. അപ്പൊ അതിനകത്തും നമ്മൾ ഈ ഒരു പരിപാടി ചെയ്തു, ഈ ഒരു റൂള് ചെയ്തു. സീക്ക് സ്ക്വയർ റൂട്ട് എക്സ് ഇൻറ്റു ഡി ഓഫ് റൂട്ട് എക്സ്. ഇനി ഡി ഓഫ് റൂട്ട് എക്സ് ഇവിടുത്തെ ഡി മാറ്റണം, ബാക്കിയെല്ലാം അതേപോലെ എഴുതണം. സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ് ടാൻ ഓഫ് ടാൻ റൂട്ട് എക്സ് സീക്ക് സ്ക്വയർ റൂട്ട് എക്സ് ഇൻറ്റു 1/2 റൂട്ട് എക്സ് അല്ലെ. എക്സ് റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിനെയൊക്കെ ആദ്യം എഴുതാം. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ ഇട്ടിരുന്നാലും മതി. അടുത്ത ഇത്തരം ഒരു ക്വസ്റ്റ്യൻ ആണ് d/dx ഓഫ് സൈൻ ഓഫ് കോസ് എക്സ് സ്ക്വയർ. അപ്പൊ നമുക്ക് സൈൻ എക്സിന്റെ അറിയാം. അപ്പൊ ആ ഒരു ബ്രാക്കറ്റിൽ, അതായത് കോസ് എക്സ് സ്ക്വയറിന് പകരം എക്സ് കൺസിഡർ ചെയ്യാം. സൈൻ എക്സിന്റെ കോസ് എക്സ് ആണ്. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് എക്സ് ആയിരിക്കും. സൈൻ എക്സിന്റെ കോസ് എക്സ്. സൈൻ ഓഫ് കോസ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് കോസ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ഓഫ് വാട്ട്, ഡി ഓഫ് കോസ് ഓഫ് എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് അതേപോലെ എഴുതാം. കോസ് ഓഫ് കോസ് എക്സ് സ്ക്വയർ ഡി ഓഫ് കോസ് എക്സ് സ്ക്വയർ. കോസ് എക്സിന്റെ നമുക്കറിയാം മൈനസ് സൈൻ എക്സ് ആണ്. അപ്പം കോസ് എക്സ് സ്ക്വയറിൻ്റെത് മൈനസ് സൈൻ എക്സ് സ്ക്വയർ. എന്തിന്റെ ഡി ആണ് എഴുതേണ്ടത്, എക്സിന് പകരം എടുത്ത എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പം ഈ മൈനസ് നമുക്ക് ഇങ്ങനെ ഫസ്റ്റിൽ എഴുതാം. മൈനസ് സൈൻ എക്സ് സ്ക്വയർ ഫസ്റ്റിൽ എഴുതാം. ബാക്കിയുള്ളത് കോസ് ഓഫ് കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ഓഫ് എക്സ് സ്ക്വയർ എത്രയാണ്, 2x. അപ്പൊ എപ്പോഴും ഒരു എഴുതുന്നതിനൊരു സ്റ്റൈലുണ്ട്. അതായത് ഫൈനൽ ആൻസർ എഴുതുമ്പോൾ നമുക്ക് കോൺസ്റ്റന്റ് പ്ലസോ മൈനസോ ഉണ്ടെങ്കിൽ അത് ആദ്യം എഴുതണം. പിന്നെ കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ അത് ആദ്യം എഴുതണം. പിന്നെ എഴുതേണ്ടത് എക്സ് വൈ അങ്ങനെയുള്ള ടേംസ്, അങ്ങനെയുള്ള വേരിയബിൾസ് ഉണ്ടെങ്കിൽ എഴുതണം. പിന്നെ ലാസ്റ്റ് നമുക്ക് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എഴുതാൻ പറ്റും. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട്, ഈ ഒരു വേരിയബിൾ കഴിഞ്ഞിട്ട് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എഴുതാം. പിന്നെ ലോഗറിതമിക് എഴുതണം. ലോഗറിതമിക് ഏറ്റവും ലാസ്റ്റ് എഴുതാവും കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു റൂൾ ഉണ്ട്. അപ്പൊ സൈനും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും കഴിഞ്ഞിട്ടാണ് ലോഗറിതം എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ഈ -2x ആദ്യം എഴുതാം. -2x സൈൻ എക്സ് സ്ക്വയർ കോസ് ഓഫ് കോസ് എക്സ് സ്ക്വയർ. ഈ ബ്രാക്കറ്റിന്റെ ആവശ്യമില്ലായിരുന്നു. ഓക്കെ, അപ്പം ഇതാണ് ഫൈനൽ ആൻസർ.